വളരെ ഗൗരവത്തോടു കൂടി നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരിക്കലും ഈ ദുനിയാവിലെ ജീവിതം നമുക്ക് ശാശ്വതമല്ല. ഈ ദുനിയാവിലേക്ക് നമ്മൾ യാത്ര വന്ന ആളുകളാണ്. ഒരു നാൾ നമുക്കെല്ലാവർക്കും തിരിച്ചു പോകേണ്ടതുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മൾ മരണപ്പെടുന്ന, എല്ലാവരും മയ്യത്തെന്ന നാമം നമ്മിൽ ചേർക്കപ്പെടുന്ന ഒരു ദിവസം നമ്മുടെ യഥാർത്ഥ ജീവിതം, പരലോക ജീവിതം ആരംഭിക്കുകയാണ്. അവിടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അമലുകൾ ചെയ്യുന്നത്, ഇബാദത്തുകൾ ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ചെയ്ത, മരണം വരെ ചെയ്ത ഇബാദത്തുകൾക്ക് അനുസൃതമായിട്ടുള്ള പ്രതിഫലം നമുക്ക് ഖബർ ജീവിതം അങ്ങോട്ട് ആ ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കും. തിന്മയാണെങ്കിൽ ശിക്ഷയും നന്മയാണെങ്കിൽ രക്ഷയും. എന്നാൽ സഹോദരങ്ങളെ, ആ മരണശേഷവും ഇന്നൊരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിലേക്ക് വെക്കുന്നതോടുകൂടി അതുവരെ ചെയ്തത് മാത്രമല്ല, ശ്രദ്ധിക്കണം, അതിനുശേഷം അവന്റെ ജീവിതത്തിലേക്ക്, മരണപ്പെട്ട് കഴിഞ്ഞാൽ അമല് ചെയ്യാൻ പറ്റൂലല്ലോ, പക്ഷേ അവന്റെ ഖബർ ജീവിതത്തിലേക്ക്, പരലോക ജീവിതത്തിലേക്ക് അവന് സൽക്രമങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ചില അമലുകളെ കുറിച്ച് പ്രവാചകൻ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. 7 കാര്യങ്ങൾ മരണത്തിന് ശേഷവും ഒരാൾക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിലൊന്ന് മൻ അല്ലമ ദീനൻ ഔ മൻ അല്ലമ ഇൽമൻ. ഒരാൾ മതപരമായിട്ടുള്ള അറിവ് മറ്റൊരാൾക്ക് നൽകിക്കഴിഞ്ഞാൽ, നല്ലൊരു അറിവ് ഒരാൾക്ക് പകർന്നു കൊടുത്താൽ അയാൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അതിന്റെ പ്രതിഫലമൊക്കെ ഈ മനുഷ്യനും കിട്ടിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന്, നമ്മൾ ഇന്നൊരാളെ നമസ്കാരം പഠിപ്പിച്ചു. അദ്ദേഹം അന്ന് മുതൽ സ്ഥിരമായി നമസ്കരിക്കുന്നുണ്ട്. ആര് പറഞ്ഞു കൊടുത്തതാ? നമ്മൾ പറഞ്ഞു കൊടുത്തതാ. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും അദ്ദേഹം നമസ്കരിക്കുന്നതിലൂടെ ആ പ്രതിഫലം നമുക്ക് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് ദഅവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരറിവ്, ഒരു ഉപദേശം നമ്മൾ ഒരാൾക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അദ്ദേഹം മനസ്സിലാക്കി പ്രാവർത്തികമാക്കിയാൽ അത് നമ്മുടെ പരലോക വിജയത്തിന് കാരണമാകും. രണ്ടാമത്തത് ഔ ഹഫറ ബിഅറൻ ഔ ഖറ നഹറൻ. ഒരാൾ ഒരു കിണർ കുഴിച്ചു, അതല്ലെങ്കിൽ ഒരു പുഴ ഒഴുക്കി, അതിലൂടെ മരണശേഷവും പ്രതിഫലം വന്നുകൊണ്ടിരിക്കും. അതെങ്ങനെ? മരണപ്പെട്ട് കഴിഞ്ഞാലും അതിലെ വെള്ളം ആളുകൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി കുടിക്കാനും മറ്റു ഉപയോഗത്തിനൊക്കെ അതെങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കും. അതിലൂടെ പ്രതിഫലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിക്കുമെന്ന് നമ്മോട് പറഞ്ഞു. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയപ്പോ അവിടെ എത്തിയ സമയത്ത് കുടിവെള്ളം കിട്ടാൻ മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് റൂമാ കിണർ ഒരു ജൂതന്റെ സ്വന്തമായിരുന്നു, ഒരു ജൂതന്റെ അധീനതയിൽപ്പെട്ടതായിരുന്നു. അതിൽ നിന്ന് വെള്ളം പണം കൊടുത്തിട്ടാണ് മുസ്ലിങ്ങൾ വാങ്ങി കുടിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇത് പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കെങ്കിലും റൂമാ കിണർ വാങ്ങി മുസ്ലിങ്ങൾക്ക് സൗജന്യമായി നൽകാൻ കഴിയുമെങ്കിൽ അതവൻ ചെയ്യട്ടെ, അതിലൂടെ അവന് സ്വർഗം പ്രതിഫലമുണ്ട്. നമുക്കറിയാം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ കിണർ മുഴുവനായി വാങ്ങി മുസ്ലിങ്ങൾക്ക് സൗജന്യമായി വെള്ളം വിതരണം ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം അത് വഖഫ് ചെയ്തു. നോക്കൂ നിങ്ങൾ, അത് വാങ്ങിയത് മുതൽ എത്ര ആളുകളാണോ അതിൽ നിന്ന് വെള്ളം കുടിച്ചത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ മരണശേഷവും അങ്ങനെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുക. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എടുത്തു പറയാനുള്ള കാരണം. അതുപോലെ തന്നെ ഔ ഗറസ ഷജറൻ, ഒരു മരം നട്ടു. നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാലും അതിൽ നിന്നുള്ള പഴങ്ങളൊക്കെ ഒരാൾ ഭക്ഷിച്ചാൽ, അതാർക്കെങ്കിലും തണലായി മാറിയാൽ അതിന്റെ പ്രതിഫലം നമുക്കുണ്ട്. നമ്മുടെയൊക്കെ മുൻഗാമികൾ ആരൊക്കെയോ നട്ടുപിടിപ്പിച്ച മരത്തിൽ നിന്ന് എത്ര പഴങ്ങൾ നമ്മൾ കഴിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതിഫലക്കാരൊക്കെ പോയത് ഒന്നും വെറുതല്ല, അതൊക്കെ അത് ചെയ്ത ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഔ തറക വലദുൻ സാലിഹുൻ യദ്ഉ ലഹു ബഅദ മൗതിഹി,
സ്വാലിഹായ ഒരു മകനെ, സ്വാലിഹത്തായ മകളെ വിട്ടേച്ചു പോവുക. നമ്മൾ മരണപ്പെടുന്ന സമയത്ത് നമ്മുടെ മകൻ സ്വാലിഹാണെങ്കിൽ, മകൾ സ്വാലിഹത്താണെങ്കിൽ, അവര് കാരണം നമ്മുടെ ഖബറിലേക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ പ്രവാചകൻ വീണ്ടും പറഞ്ഞു, പള്ളിയിലേക്കൊക്കെ നമ്മൾ മുസ്ഹഫ് കൊടുക്കാറുണ്ട്, ആളുകൾക്കൊക്കെ ഹദിയായിട്ടും പള്ളിയിലേക്കൊക്കെ. ആ മുസ്ഹഫ് ഒരാൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ നമുക്ക് അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ബഅദ മൗതിഹി, മരണത്തിന് ശേഷമാണെങ്കിലും. പിന്നെ പറഞ്ഞു ഔ ബന മസ്ജിദൻ, ഒരു പള്ളി അല്ലാഹുവിന് വേണ്ടി ഒരാൾ നിർമ്മിച്ചാൽ, ആ പള്ളി നിർമ്മാണത്തിന്റെ പ്രവർത്തനത്തിൽ അവൻ പങ്കെടുത്താൽ, അവന് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും മരണത്തിന് ശേഷമാണെങ്കിലും എല്ലാം അവന് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ബനാ മസ്ജിദൻ യബ്തഗി ബിഹി വജ്ഹില്ലാഹ് ബനല്ലാഹു ലഹു മിസ്ലഹു ഫിൽ ജന്ന. അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ അള്ളാഹുവിന് ഭവനം നിർമ്മിച്ചു, പള്ളി നിർമ്മിച്ചു, അതുപോലത്തെ ഒരു ഭവനം അള്ളാഹു ആ മനുഷ്യന് സ്വർഗത്തിൽ നിർമ്മിച്ചു കൊടുക്കുന്നതാണ്. സഗീറൻ ഔ കബീറ, വലുതാകട്ടെ ചെറുതാകട്ടെ. അപ്പൊ ഒരു പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ നമ്മൾ പങ്കാളികളായാൽ, അതിലേക്ക് നമ്മൾ എന്തെങ്കിലും സംഭാവന നൽകിയാൽ, അതുപോലത്തെ ഒരു ഭവനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗത്തിൽ നിർമ്മിച്ചു കൊടുക്കും. നമുക്ക് അതിന്റെ മഹത്വം എന്നറിയോ? ആ പള്ളിയിൽ ഓരോ ദിവസവും 5 നേരം നമസ്കാരത്തിന് വരുന്ന ആളുകൾ ഉദു എടുക്കുമ്പോ, അവിടെ നിന്ന് നമസ്കരിക്കുമ്പോ, റുകൂ ചെയ്യുമ്പോ, സുജൂദ് ചെയ്യുമ്പോ, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോ, മറ്റു ഇബാദത്തുകളിൽ അവർ പങ്കെടുക്കുമ്പോ, ഇഅ്തികാഫ് ഇരിക്കുമ്പോ, അതുപോലെ തന്നെ ദീനി ക്ലാസുകൾ സംഘടിപ്പിക്കുമ്പോഴൊക്കെ അതിന്റെ എല്ലാം പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. ഒരാൾ മരണപ്പെട്ടു, പള്ളിയിലേക്ക് അവന്റെ കഴിവനുസരിച്ച് നൽകിയ ആളാണെങ്കിൽ അവന് ആ പള്ളി എത്ര വർഷമാണോ നിലനിൽക്കുന്നത്, ആ പള്ളിയിൽ എത്ര ആളുകളാണോ ഇബാദത്ത് ചെയ്തത്, അതിന്റെ എല്ലാം ഒരു വിഹിതം ആ മനുഷ്യന് കിട്ടിക്കൊണ്ടിരിക്കും. അത്രയും പ്രാധാന്യമുള്ള ഒന്നാണ് നമ്മുടെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളത്. നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടത്തെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്കൊരു കച്ചവടത്തെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ? തുൻജീകും മിൻ അദാബിൻ അലീം, വേദനാജനകമായ നരകശിക്ഷയിൽ നിന്ന് നിങ്ങളെ കാത്തുരക്ഷിക്കും. തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുക. വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും, നിങ്ങളുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യുക. സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ സഹോദരങ്ങളെ, നമ്മുടെ ഈ പള്ളി മുകളിലേക്ക് എടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തിനാണ്? കൂടുതൽ കൂടുതൽ ആളുകൾക്ക് ഇബാദത്ത് ചെയ്യാൻ, അതിന് നമ്മൾ സൗകര്യമൊരുക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പള്ളി വിപുലീകരിക്കുന്നത്. നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാകും. അപ്പൊ അതിന് നിർമ്മാണ ഫണ്ടിലേക്ക് നമ്മളാൽ കഴിയുന്ന സഹായം നമ്മൾ നൽകണം. അത് നമ്മളാണ് നടത്തേണ്ടത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളി കാത്തു സൂക്ഷിക്കേണ്ടത്, അത് നടപ്പിലാക്കേണ്ടത് ആരാണ്? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ല, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകൾ. വഅഖാമസ് സ്വലാ വആതസ് സകാത്ത്, നമസ്കാരം നിലനിർത്തുന്ന ആളുകൾ, നിർവഹിക്കുന്നവർ, അതുപോലെ തന്നെ സകാത്ത് കൊടുക്കുന്ന ആളുകൾ. വലം യഖ്ഷ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുന്ന ആളുകൾ. അവരാണ് എന്ത് ചെയ്യേണ്ടത്? അള്ളാന്റെ പള്ളികള് സംരക്ഷിക്കേണ്ടത്. അപ്പൊ ഈ പള്ളി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്, മറ്റാർക്കുമല്ല. ഇപ്പൊ ഈ പള്ളി നിലവിൽ വരാൻ കാരണം ഒരുപാട് പേരുണ്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ.
സാമ്പത്തികമായി സഹായം ചെയ്തവർ, ശാരീരികമായി സഹായം ചെയ്തവർ, അതിന്റെയൊക്കെ തക്ക പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ഇതിന്റെ മുകളിലേക്കുള്ള പ്രവർത്തനങ്ങളും നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. അതിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ പറ്റി പറയുന്നത് വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ് അൻ യുദ്കറ ഫീ അസ്മുഹു വസഅ ഫീ ഖറാബിഹാ. അല്ലാഹുവിന്റെ പള്ളികളിൽ അവന്റെ നാമം പ്രകീർത്തിക്കപ്പെടുന്നതിന് തടസ്സമുണ്ടാക്കുകയും പള്ളിയുടെ തകർച്ചക്കായി ശ്രമിക്കുകയും ചെയ്തവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? ഒരു സ്ഥലത്ത് പള്ളി വരുമ്പോ അതിനാരും എതിർക്കാൻ പാടില്ല. അള്ളാഹുവിനെ ആരാധിക്കാനുള്ള ഭവനമാണ് മസ്ജിദ്, സുജൂദ് ചെയ്യാനുള്ള സ്ഥലം. സജദ യസ്ജുദു മസ്ജിദ്, അള്ളാഹുവിന് സുജൂദ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് പള്ളി, അള്ളാഹുവിനെ ആരാധിക്കാൻ. അതിന് ആര് തടസ്സം നിൽക്കുന്നുവോ അവനാണ് ഏറ്റവും വലിയ ളാലിമെന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മരണശേഷവും നമുക്ക് ഖബറിലേക്ക്, അതുപോലെ തന്നെ ലോക ജീവിതത്തിലേക്ക് നാളെ നമുക്ക് രക്ഷപ്പെടണമെങ്കിലൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന 7 കാര്യങ്ങൾ പ്രവാചകൻ പരിചയപ്പെടുത്തിയതിൽ ഒന്നാണ് ഔബന മസ്ജിദൻ, പള്ളി നിർമ്മാണം എന്ന് പറയുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ പള്ളിയുടെ മുകളിലേക്കുള്ള പണി നമ്മൾ ആരംഭിക്കുകയാണ്. അതിലേക്ക് നമ്മളാൽ കഴിയുന്ന, എത്രയാണോ നമ്മളെ കൊണ്ട് കഴിയുന്നത്, നമ്മൾ എത്ര കൊടുക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും അവന് അള്ളാഹു പ്രതിഫലം നൽകി അനുഗ്രഹിക്കുക. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ട് നമുക്ക് എത്ര ജിഹാദ് ചെയ്യാൻ കഴിയും, ആ ജിഹാദിന് നമ്മൾ തയ്യാറാകുക. അള്ളാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി തരുമാറാകട്ടെ. ഈ പള്ളിയുടെ പണി ഭംഗിയായി പൂർത്തീകരിക്കാനുള്ള സൗഭാഗ്യം, തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് രോഗികളുണ്ട്, അള്ളാഹു അവർക്ക് പരിപൂർണ ശമനം നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഹി മിൻഹും വൽ അംവാത്ത് ഇന്നക